ഹലോ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ലഞ്ച് സീരീസിലൊരു പുതിയ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ക്യാരറ്റ് ഉപയോഗിച്ചൊരു കൂട്ടുകറി. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ക്യാരറ്റ് കൂട്ടിന് ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. ക്യാരറ്റ് മീഡിയം സൈസ് ക്യാരറ്റ് ആണെങ്കിൽ വട്ടത്തിൽ മുറിക്കുക. ഇത് എൻ്റെ കുറച്ച് വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറുപരിപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, വറുത്തിടാനായിട്ട് കടുക്, ഉഴുന്നുപരിപ്പ്, കരിവേപ്പില, ഒരു പേസ്റ്റ് ആക്കാനായിട്ട് തേങ്ങ ചിരകിയത്, പച്ചമുളക്, ചെറിയുള്ളി, ജീരകം. ഇതുകൂടാണ്ട് ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ കൂട്ട് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം കടുക് വറക്കാം. അതിനായിട്ട് കടുകും ഉഴുന്നും പരിപ്പും ഇതിലേക്ക് ചേർക്കുക. കടുകൊന്ന് നന്നായി പൊട്ടി ഉഴുന്നും പരിപ്പൊന്ന് ചുവന്ന് വരട്ടെ. കടുക് നന്നായി പൊട്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കരിവേപ്പില ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് ആഡ് ചെയ്യാം. അടുത്തത് മഞ്ഞൾപ്പൊടിയും ചെറുപരിപ്പും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ക്യാരറ്റും പരിപ്പും വേകാൻ ആവശ്യമുള്ള വെള്ളവും ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിലിന് കുക്ക് ചെയ്യാം. അപ്പോൾ കുക്കർ അടച്ചു. ഇനി ഇത് കുക്കാവട്ടെ. കുക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് ഈ തേങ്ങയും ജീരകവും ഉള്ളിയും പച്ചമുളകും കൂടി അരച്ചെടുക്കാം. മുഴുവൻ പ്രഷർ റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ ഒരു വിസിലോ അല്ലെങ്കിൽ 2 വിസിലോ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എത്ര വിസിൽ വേണം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളവും നമ്മൾ ഉപയോഗിക്കുന്ന പരിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതനുസരിച്ച് 1ഓ 2ഓ വിസിലിന് കുക്ക് ചെയ്യുക. ഗ്യാസ് ഞാൻ തിരിച്ചും കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാം. എന്നിട്ട് അരച്ചു വെച്ച തേങ്ങ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. തേങ്ങ പേസ്റ്റ് ചേർത്തതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം. എന്നിട്ട് എത്ര നമുക്കിത് കുറുക്കണോ അത്രയും കുറുക്കിയെടുക്കാം. അപ്പോൾ കൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി എത്തി. അപ്പോൾ ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇത് വിളമ്പാൻ റെഡിയായി. അപ്പോൾ കറി റെഡിയായി. ഇത് നമുക്ക് സാധാരണ ഊണിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.